കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എല്ലാം ഒന്നുകൂടി തുടങ്ങാം. അത്ര എളുപ്പമല്ല കേട്ടോ. എങ്കിലും ഒന്ന് പരിശ്രമിക്കാമല്ലോ. എത്ര വായിച്ചാലും പഠിച്ചാലും മനസ്സിലാവാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കാൻ 1 വർഷം കൂടി ഇതാ കിട്ടിയിരിക്കുന്നു. തളർന്നാലും സാരമില്ലെന്നേ, ആരെങ്കിലുമൊക്കെ വരും താങ്ങായി. പക്ഷേ കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ ആയിരിക്കണമെന്നില്ല. പിന്നെ എന്നേക്കാൾ 100 പ്രശ്നങ്ങളുള്ളവനെ കാണുമ്പോൾ എന്റെ കുറവുകളേ അല്ലാതാവുന്നേ. അതുകൊണ്ട് പരാതിപ്പെടേണ്ട. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷേ എന്റെ ദൈവത്തിനു മുൻപിലും എന്റെ മുൻപിലും ഞാൻ ആരാണെന്ന് പഠിക്കാൻ ദാനമായി കിട്ടിയിരിക്കുന്ന ഈ 2025 ഒരവസരമാക്കി തീർക്കണം. അനേകർക്ക് ഞാൻ സമ്മാനമായി തീരണം എന്ന ആഗ്രഹത്തോടെ ഉറച്ച ചുവടുകൾ വയ്ക്കാം. കിളിർത്ത ഇലകൾ ശാഖകളായും വിരിഞ്ഞ മൊട്ടുകൾ പൂവുകളായും രൂപാന്തരം പ്രാപിക്കും. പ്രതീക്ഷകളല്ലേ എല്ലാം. നേടാനേറെയുണ്ടെന്ന പ്രത്യാശയോടെ, താണ്ടാൻ ദൂരം വളരെയധികമാണെന്ന തിരിച്ചറിവോടെ, വിശ്വാസത്തോടെ നമുക്ക് നീങ്ങാം. നമുക്ക് പകരം വയ്ക്കാൻ നാം മാത്രമേ ഉള്ളൂന്നേ. അതുകൊണ്ട് ദാനമായി ലഭിച്ച ഈ സമയമില്ലേ, അതിന്റെ വില തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ കണക്ക് പുസ്തകം ഗ്രാമർ തെറ്റാതെ എഴുതി തുടങ്ങാം. അറിയാതെ വന്നവരും പറയാതെ പോയവരുമൊക്കെ ജീവിതത്തിൽ കൂട്ടുകാരാ. യഥാർത്ഥ സ്നേഹബന്ധങ്ങളെ തിരിച്ചറിയണം. കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതിരിക്കാൻ കരുതിയിരിക്കണം. ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവനിയോഗം. ഏറെ സ്നേഹത്തോടെ നേരുന്നു. നന്മയുടെ ഒരു പുതുവത്സരം കൂടി.